നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ലളിതവും പ്രായോഗികവുമായ വഴികളിതാ. ഒരു സോഷ്യൽ മീഡിയ ബ്രേക്ക് എടുക്കുക. കുറച്ചു നേരം കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ചുരുക്കുക. അതെ, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ ശ്രദ്ധിക്കപ്പെടുത്താൻ മത്സരിക്കുന്നതിൽ നിന്ന് കുറച്ചു സമയത്തേക്ക് മാറി നിൽക്കുന്നതുകൊണ്ട് ദൈവം, സുഹൃത്തുക്കൾ, കുടുംബം, നിങ്ങൾ എന്നിങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിൽ നിങ്ങൾക്ക് പലതും നിക്ഷേപിക്കാൻ സഹായകമാകും. അടുത്ത ചുവട് സ്നേഹം പങ്കിടുക. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിങ്ങളെ തന്നെ കുറച്ചുകൂടി വിട്ടുകൊടുക്കണോ? നിങ്ങൾ തമാശ പറയേണ്ടതുണ്ടോ? അത് എത്ര കഠിനമാണെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും മറ്റുള്ളവരെ സേവിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷമായി മാറും. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വെത്ത് പാകാനുള്ള ലളിതമായ ഒരു പ്രവൃത്തി പരീക്ഷിക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മയുടെ പലചരക്ക് സാധനങ്ങളുടെ പണം നൽകാം. ആർക്കെങ്കിലും ഒരു ഗ്യാസ് കാർഡ് വാങ്ങാം, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന വാക്ക് നൽകാം. ഇത്തരം പ്രവൃത്തികൾ നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സ് മാറ്റാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ മറ്റൊരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ദൈവം നിങ്ങളുടേത് നിറവേറ്റും. അതെ, നിങ്ങൾക്ക് സന്തോഷം തോന്നും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയ